ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 +2 സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം ഇപ്പോൾ +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി മിക്കലും ട്യൂഷന് ചേർന്നുണ്ടാവും. ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ഇട്ട് വെക്കണം. അതും പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഓരോരോ സബ്ജക്റ്റുകൾ വേർതിരിക്കുന്നതും നല്ലതാണ്. നമുക്കറിയാം +1 സയൻസ് എടുത്ത കുട്ടിക്ക് ബയോളജിയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവുക. അപ്പോൾ ബയോളജി ആദ്യം ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫിസിക്സിലാണ് കുറച്ചും കൂടെ ഡെറിവേഷൻസ് വരുന്നത്. അപ്പോൾ ഫിസിക്സ്, പിന്നെ അത് കഴിഞ്ഞ് മാത്സിൽ കുറച്ചധികം പഠിക്കാണ്ട്, പിന്നെ കെമിസ്ട്രി, പിന്നെ ലാംഗ്വേജ് സബ്ജക്ട്സ് എന്നുള്ള രീതിയിൽ വേണം പോകാൻ. അതേസമയം +2 വരുമ്പോൾ ബയോളജിയിലാണ് ഏറ്റവും കുറവ് പഠിക്കാനുള്ളത്. ആകെപ്പാടെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ബോട്ടണിയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഏറ്റവും അവസാനത്തിൽ വെച്ചിട്ട് മാത്സ് ആദ്യം ഫോക്കസ് ചെയ്യുക. കാരണം മാത്സിലാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മിക്ക സ്കൂളിലും തുടങ്ങുമ്പോൾ മെട്രിക്സും ഡിറ്റർമിനൻസും വെച്ചാണ് തുടങ്ങുക. റിലേഷൻ ഫംഗ്ഷൻസും വെച്ച് തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ഭാഗങ്ങൾ മാത്സിലാണ് കൂടുതൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മാത്സ് പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുമ്പോൾ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നുള്ള രീതിയിൽ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സ് ആദ്യം ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്നതാണ് കെമിസ്ട്രി ആദ്യ ഭാഗങ്ങളൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് പഠിച്ചു പോകാൻ എളുപ്പമായിരിക്കും. പിന്നെ വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി, അത് കുറച്ചും കൂടെ ടഫാണ്. അപ്പോൾ മാത്സ്, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് ഫോക്കസ് ചെയ്യുക. പിന്നെയാണ് ബയോളജി വരേണ്ടത്. അപ്പോൾ ഒരു പ്രയോറിറ്റി ഓർഡർ എന്തായാലും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സും ലിസ്റ്റ് ആക്കിയിട്ട് അത് പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ പഠിച്ചു തീരുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഞാനിപ്പോൾ +2 ചാപ്റ്ററുകളുടെ ലിസ്റ്റ് PDF ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ അത് പ്രിന്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അത് നോക്കി പേപ്പറിലേക്ക് കോപ്പി ചെയ്തിട്ട് പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളതാണ് പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ്. മിക്കലും ട്യൂഷൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള നോട്ട് വെച്ച് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ് നല്ലതാണെങ്കിൽ അവിടുത്തെ നോട്ട് വെച്ച് പഠിക്കുന്നവരുണ്ടാവും. പിന്നെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതാണ് NCERT. ഞാൻ പറയുകയാണെങ്കിൽ മെയിൻലി ഫുൾ മാർക്ക് അഥവാ ഫുൾ A+ നോക്കുന്നവർ മാത്രം ഈ പറയുന്ന NCERT റെഫർ ചെയ്താൽ മതി. ജസ്റ്റ് പാസ് മാർക്ക് അഥവാ നല്ലൊരു മാർക്ക് ആഗ്രഹിക്കുന്നവർ നോട്ടുകൾ, അതും ഈ ടീച്ചർമാർ തന്നെ നോട്ടുകളുണ്ട്. ഗൈഡുകൾക്ക് പുറമെ ഈ പറയുന്ന HSS.live ഗുരു അങ്ങനെയുള്ള സൈറ്റുകളിൽ ടീച്ചർമാർ എഴുതിയ നോട്ടുകളുണ്ട്. അത് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം NCERT പറഞ്ഞ രീതിയിൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. NCERT ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് ബുക്കിന്റെ ബാക്ക് സൈഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ സോൾവ് ചെയ്ത് പഠിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മാത്സ് ആയാലും അതെ, അതിലുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. മാത്സിനൊക്കെ ഏറ്റവും നല്ലത് സോൾവ് ചെയ്ത ബുക്കുകൾ കിട്ടും, ഗൈഡ് ബുക്കുകൾ. അതിൽ ടെസ്റ്റിലുള്ള എല്ലാ പ്രോബ്ലംസും സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ബുക്കുകൾ മേടിക്കാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും ചെയ്യും, പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ടീച്ചർമാർ തന്നെ നോട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഫിസിക്സിന്റെ നോക്കുകയാണെങ്കിൽ സീമ എലിസബത്ത് എന്ന് പറഞ്ഞ ടീച്ചറുടെ ഫിസിക്സ് ടീച്ചറുടെ ഒരു നല്ല നോട്ട് ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഞാൻ നല്ലൊരു ഷോർട്ട് നോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ നോട്ടുകൾ HSS.live.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അങ്ങനത്തെ നോട്ടുകൾ കണ്ടുപിടിച്ച് അത് വായിച്ച് നോക്കി പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഗൈഡിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരുടെ നോട്ടുകളാണ്. അപ്പോൾ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോൾ റിവൈസ് ചെയ്യുകയാണെങ്കിലും ആദ്യം ഈ ഷോർട്ട് നോട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് വരും. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനും ഇത് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ ഷോർട്ട് നോട്ടുകൾക്ക് പുറമെ നമ്മൾ പാഠം പഠിക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ അതിൽ നിന്ന് മനസ്സിലായ നോട്ടുകൾ എഴുതി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അതായത് ഇപ്പോൾ വൺ ഷോട്ട് റിവിഷൻസ് കിട്ടും യൂട്യൂബിൽ, ഇഷ്ടംപോലെ ഉണ്ട് ചാനലുകൾ. അപ്പോൾ അതിൽ നിന്ന് വൺ ഷോട്ട് റിവിഷൻസ് കണ്ടിട്ട് സ്വയം നോട്ട് എഴുതുന്നതും നല്ലതാണ്. അങ്ങനെ സ്വയം എഴുതിയ നോട്ടും ഷോർട്ട് നോട്ടും കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അത് നല്ലൊരു മാർഗ്ഗം തന്നെയാണ്. പിന്നെ പറയാനുള്ളതാണ് ഗൈഡുകളെ പറ്റി. ഞാൻ പറഞ്ഞു ഗൈഡുകൾ, ഈ എക്സ്പ്ലനേഷൻ ഉള്ള കുറേ ഗൈഡുകൾ വാരി വലിച്ച് പഠിച്ചിട്ട് എക്സാമിന്റെ നേരമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവും. അതിലും എന്തുകൊണ്ട് നല്ലത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മാത്രമായിട്ടുള്ള സെറ്റ് ഗൈഡുകൾ കിട്ടും, പല വർഷങ്ങളുടെ ആയിട്ടുള്ളത്. അങ്ങനത്തെ മേടിക്കുന്നതായിരിക്കും നല്ലത്. ബയോളജിയുടെ നോക്കുകയാണെങ്കിൽ എക്സാമേറ്റ് എന്ന് പറഞ്ഞ മേഘന പബ്ലിക്കേഷൻസിന്റെ ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ നലണ്ട ബുക്സ് പബ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ മേടിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ബുക്കുകൾ മിക്കപ്പോഴും സ്കൂളുകളിലേക്ക് തന്നെ കൊണ്ടുവന്ന് വിൽപ്പന ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുക്കുകൾ മേടിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ബുക്കുകൾ നിർബന്ധമായിട്ട് മേടിക്കണം എന്നല്ല. ബുക്കുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടണേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇതുപോലെ ആവശ്യമുള്ള ബുക്കുകൾ തെരഞ്ഞെടുത്ത് മേടിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനലുകളെ പറ്റിയാണ്. അതായത് നമുക്ക് കുറേ എഡ്യൂക്കേഷണൽ ചാനൽസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാനൽസ് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വൺ ഷോട്ട് വീഡിയോസ് കുറേ ഉണ്ടാവും, റിവിഷൻ വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ കാണുന്നത് നല്ലതാണ്. പക്ഷേ അതോട് കൂടെ പഠിച്ചു പോകും വേണം. വെറുതെ ക്ലാസ് കണ്ട് നോട്ട് എഴുതുന്നേക്കാളും പഠിച്ച് പോവുക. പിന്നെ ചില യൂട്യൂബ് ചാനൽസ് ഫ്രീ ആയിട്ട് ക്ലാസ് തരുന്നതിന് പുറമെ അവരുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ മിക്കതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യത്തെ കാര്യം റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും മിക്കതും തരാം. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്താന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ആദ്യമൊക്കെ പറ്റും. ആദ്യത്തെ ഒരു ഉത്സാഹം ഉണ്ടാവും കാശ് അടയ്ക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടാവും. സ്കൂളിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് പറ്റണ കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ബാച്ചുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ബുക്ക് സെറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കാശ് കളയുന്നേക്കാളും എന്തുകൊണ്ട് നല്ലത് അവർ ഫ്രീ ആയിട്ട് തരുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. കാരണം അതായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ കെമിസ്ട്രിയുടെ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. പിന്നെ എജ്യൂപോർട്ടിന്റെ ഈ പ്രാവശ്യത്തെ ഒരു ഫിസിക്സ് ഓൾ ഡെറിവേഷൻ എന്ന് പറഞ്ഞ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായി. എല്ലാ ഡെറിവേഷൻസും പറയണ 4 മണിക്കൂറിന്റെ ഒരു വീഡിയോയാണ്. അതും പിന്നെ സൈലത്തിൽ അനന്ത് സാറിന്റെ കെമിസ്ട്രി ക്ലാസ് കുറച്ചാണ് പഠിച്ചിട്ടുണ്ടായി. അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ചാപ്റ്ററുകളുടെ പേര് തന്നെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആ ചാപ്റ്ററിന്റെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളതും കണ്ടു നോക്കാം. ചിലപ്പോൾ ഈ പറയുന്ന ഹൈപ്പുള്ള എഡ്യൂക്കേഷൻ ചാനലുകളെക്കാളും എന്തുകൊണ്ട് നല്ല ക്ലാസ്സുകൾ ചിലപ്പോൾ വേറെയും കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ. നമ്മളെപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ ഇടണം. ആദ്യം തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയം ഫിക്സ് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പറയാം. അപ്പോൾ ഉറങ്ങുന്ന സമയത്തിന് ശേഷം ചിലർ കാലത്ത് പഠിക്കുന്നവരുണ്ട്, ചിലർ വൈകുന്നേരം പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഇടാൻ ശ്രമിക്കാം. ഈ ചാനലിന്റെ ബാനറിൽ തന്നെ ഒരു ബോട്ട് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കസ്റ്റം ടൈം ടേബിളുകൾ ഇടാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഉറങ്ങിയിരിക്കുന്ന സമയം തൊട്ട് വൈകുന്നേരം വരെ 2.5 മണിക്കൂറായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 1.5 മണിക്കൂർ പഠിക്കാനും ബാക്കി 1/2 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും എന്നുള്ള രീതിയിൽ സമയത്തിനെ ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ള ടൈം ടേബിൾ നമുക്ക് ഹോളിഡേയ്സ് കിട്ടുമ്പോൾ പഠിക്കാൻ, അഥവാ എക്സാമിന്റെ റിവിഷൻ ഡേയ്സിലൊക്കെ പഠിക്കാൻ അങ്ങനത്തെ ടൈം ടേബിൾ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനിരിക്കുന്നതായിരിക്കും.
പിന്നെ പറയാനുള്ളത് ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റിയാണ്. പ്ലസ് 1 കഴിഞ്ഞവർക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ചിലപ്പോൾ എഴുതേണ്ടി വരും. ഏതെങ്കിലും സബ്ജക്റ്റിൽ A+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് നേടാനായിട്ടോ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത് നല്ലതാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം തൊട്ട് പ്ലസ് 2ന്റെ കൂടെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാം. അതായത് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും, എന്നാലും പഠിക്കുന്നത് അത് നമ്മൾ നേരത്തെ തുടങ്ങാം. അതൊരു ഓണം കഴിഞ്ഞിട്ടുള്ള സമയം തൊട്ട് പഠിച്ചു തുടങ്ങിയാലും മതി. പക്ഷേ ബയോളജി ഒക്കെ ആണെങ്കിൽ കൂടുതൽ സമയം അത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ടൈം ടേബിൾ വരുമ്പോൾ തൊട്ടേ അത് പ്ലാൻ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്കൂളിൽ തന്നെ പലതരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതായത് സ്പോർട്സ്, അതുപോലെ കലോത്സവംസ്, അതൊക്കെ ഇപ്പോഴും പ്ലസ് 2 വരെ ഉണ്ട്. അത് പ്ലസ് 2 വരെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കാം. പ്ലസ് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഐറ്റംസിലും പങ്കെടുക്കുക. പ്ലസ് 2 അല്ലേ, കുറെ പഠിക്കേണ്ട എന്നുള്ള രീതിക്ക് മാറി നിൽക്കാണ്ട് എല്ലാത്തിലും ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കാൻ നോക്കുക. ഈ പറയുന്ന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. ഈ NSS NCC അതുപോലുള്ള ഇതിലുള്ളവർക്കൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. ഗ്രേസ് മാർക്കിന്റെ ബലത്തിൽ നിങ്ങൾ A+ എത്താൻ സാധ്യതയുണ്ട്. ഗ്രേസ് മാർക്ക് ഇല്ലാത്തവർ നല്ല രീതിയിൽ പരിശ്രമിക്കണം. കാരണം A+ എത്താന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാനുള്ളത് പഠിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ആപ്പുകളെ പറ്റിയാണ്. നിങ്ങളിപ്പോൾ നേരം വൈകി നിൽക്കുന്നവരാണെങ്കിൽ നോർമൽ അലാറത്തിൽ നിന്ന് ഈ പറയുന്ന അലാമി പോലത്തെ ആപ്പുകളിലേക്ക് മാറുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പ്രൊമോഡോ ടൈമേഴ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണമെങ്കിൽ പ്രൊമോഡോ ആപ്പ് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ആണ്, ഭയങ്കര പഠിക്കണേൽ എല്ലാത്തിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റഡി ബണ്ണി എന്ന് പറഞ്ഞ ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പ്ലസ് 2 കടന്നു വരുന്ന ഒരു കാര്യമാണ് റെക്കോർഡുകൾ എഴുതുന്നത്, അസൈൻമെന്റുകൾ എഴുതുന്നതും. അപ്പോൾ റെക്കോർഡുകളൊക്കെ പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ എഴുതി പോകാൻ ശ്രമിക്കുക. അത് ഫൈനൽ ഡേറ്റിലേക്ക് നീട്ടി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതിലും നല്ലത് ക്ലാസ് ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ടൈമുകളിൽ വെറുതെ സംസാരിച്ചിരിക്കാണ്ട് സുവോളജി, ബോട്ടണി ഒക്കെ ഡയഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ല മാർക്കുകളോടെയും നല്ല ഓർമ്മകളോടെയും ഈ വർഷം പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്